അവസാനം എൻ്റെ മേക്കപ്പ് ചെയ്ത് ലുക്ക് ഇതാണ് കേട്ടോ. അപ്പം എന്തായാലും മുഖം നല്ല വ്യത്യാസമുണ്ട്. കഴുത്തിലൊക്കെ കണ്ട കളറിലൊക്കെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഇപ്പോഴത്തെ മുടി കണ്ടോ, ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ മുടി. പഴയ ഫോട്ടോയിലെ മുടി എത്ര മുടിയെന്ന് കണ്ട. ഇപ്പോഴത്തെ മുടി, ഈ മുടി വരുമോ തിരിച്ച്? ഇതേണ്ട ഈ കറുത്ത പാടുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതായത് നമുക്കൊരു ഡ്രസ്സ് ഇടുമ്പോൾ തന്നെ ഒരു ദൂരം നിന്ന് കാണുമ്പോൾ കണ്ട നല്ല ക്ലിയർ ആയിട്ട് കാണുന്നില്ലേ? ഒരു ഡ്രസ്സ് ഇടാൻ പോലുള്ള തൃപ്തിയില്ല. ഏത് ഡ്രസ്സ് ഇട്ടാലും ഇങ്ങനെ കാണുമ്പോൾ എന്തോ നമ്മൾ വൃത്തിയില്ലാത്ത പോലെ. പക്ഷെ 2 നേരം കുളിക്കുന്നുണ്ടെങ്കിൽ കൂടി ഒരു വൃത്തിയില്ലാത്ത ഒരിതാണ്. കാരണം എല്ലാവരും ശരിക്കും കഴുത്തിനകത്ത് ഭയങ്കര അഴുക്കാണെന്ന്. ഈ ഇമിറ്റേഷൻ ജ്വല്ലറി ഇടുന്നില്ല, അതായത് ഗ്യാരണ്ടിയുടെയൊക്കെ മാല, അത് കാരണം കൊണ്ടാണ് ഇവിടെ ഇത്രയും കറുപ്പ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അത് യൂട്യൂബിനകത്തൊക്കെ ഇനി സെർച്ച് ചെയ്ത് നോക്കിയിരിക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ അനിയൻ ഒരു ഫോട്ടോഗ്രാഫറും പിന്നെ ബ്യൂട്ടീഷ്യനുമാണ്. അവൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവനാണ് പറഞ്ഞത്, ചേച്ചി ഇത് സിമ്പിളായിട്ട് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നത്. അതെന്താണെന്നറിയോ? ഈ കടലമാവില്ലേ, പണ്ടുള്ളവർ പറയും കടലമാവ് കൊണ്ട് തേച്ച് കുളിച്ച് കഴിഞ്ഞതെന്ന് വെച്ചാൽ മേലെല്ലാം തേച്ചിട്ട് ഇങ്ങനെ കുളിക്കുകയാണെങ്കിൽ നല്ല മുഖത്ത് നല്ല ഗ്ലോയും നല്ല ഭംഗിയൊക്കെ ഉണ്ടാവുന്നത്. പക്ഷെ നമ്മളിപ്പോൾ സാധനം മെനക്കിട്ടിട്ട് ആരും അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ ഞാൻ അന്ന് ഇതിനേക്കാൾ നല്ല കറുപ്പായിരുന്നു, ഭയങ്കര വൃത്തികേടായിരുന്നു. എൻ്റെ ചുരിദാർക്കിടും ഞാൻ അധികം എപ്പോഴും ഇങ്ങനെ നിന്നിട്ട് ആരെങ്കിലും ശ്രദ്ധിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു. ഞാൻ ഒരു ദിവസം ചെയ്ത് നോക്കി. അപ്പോൾ അവൻ പറഞ്ഞു ഒരു 3 ദിവസം ഇങ്ങനെ ചെയ്യണമെന്ന്. ഞാൻ ഒരു ദിവസം ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല വ്യത്യാസം വന്നു. അപ്പോൾ ഞാനും വിചാരിച്ചു എന്നാൽ പിന്നെ ശരി, നമ്മൾക്ക് എന്തായാലും ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ചൂടുമല്ലേ, അപ്പോൾ വേറെ കെമിക്കലുള്ള കുറേ ഐറ്റമൊക്കെ തേച്ച് അങ്ങനെ ചെയ്യുന്നതിനേക്കാളും നമ്മളുടെ ഈ വീട്ടിൽ കിട്ടുന്ന അതേ സാധനങ്ങൾ കൊണ്ട് തന്നെ ചെയ്യുന്നതല്ലേ നല്ലത്. അപ്പോൾ ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ വെറും സോപ്പ് കൊണ്ട് പോലും കഴുകിയിട്ടില്ല. അങ്ങനെ ഇപ്പോൾ എന്താ പറയുക, വെറുതെ ഒന്ന് വെള്ളം കൊണ്ട് കഴുകിയിട്ടേ ഉള്ളൂ. എന്നിട്ട് നമുക്കത് ചെയ്ത് നോക്കാം, ഇത് വ്യത്യാസം എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്കത് എന്താ ചെയ്യണം, എന്തൊക്കെ ചേർക്കണമെന്നുള്ളത് കാണിച്ചു തരാം. എന്തായാലും കടലമാവ് ഉണ്ടാവും. കടലമാവില്ലാത്ത അധികവും വീടുകളും സാധാരണ ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കടലമാവ് ഉണ്ടാവും. അങ്ങനെ ഇല്ലെങ്കിൽ തന്നെ ലൂസായിട്ടും പാക്കറ്റായിട്ടും നമുക്ക് കടലമാവ് വാങ്ങാൻ കിട്ടും. അധികം വലിയ വിലയൊന്നുമില്ല. അപ്പോൾ കടലമാവ് ഒരു 2 സ്പൂണിൻ്റെ അളവിലെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടത്ത് തൈര്, ഈ 2 ഐറ്റം മാത്രമാണ് ഇതിനകത്ത് ചേർക്കുന്നത്. അപ്പോൾ നമുക്കിതിനകത്ത് ചേർത്ത് കഴിഞ്ഞെന്ന് വെച്ചാൽ ഈ തൈര് ചേർക്കുന്ന സമയത്ത് ഒന്നാമത് പാലും അതിൻ്റെ ആ ഒരു തണുപ്പ്, ഈ മറ്റേ തൈരാകുമ്പോൾ ഒരു തണുപ്പും ഉണ്ടാവുമല്ലോ, ആ തണുപ്പും പിന്നെ ഈ കടലമാവിൻ്റെ ഇതും കൂടി ചേർന്നിട്ടാണോ എന്നറിയില്ല, എനിക്ക് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ റിസൾട്ട് എന്താണെന്ന് നമുക്ക് ചെയ്ത് നോക്കിയിട്ട് നോക്കാം. ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കടലമാവില്ലേ, കടലമാവിലേക്ക് നമുക്ക് ആദ്യം തൈര് കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. വീഡിയോ ഞാൻ തന്നെ ഇങ്ങനെ പിടിച്ചിട്ടെടുക്കുന്നതിനെ കൊണ്ട് ബാലൻസ് കിട്ടുന്നില്ല. അതൊരു കുഴമ്പ് രൂപത്തിൽ നമ്മൾ പേസ്റ്റ്, നമ്മൾ ക്രീമൊക്കെ ആക്കില്ലേ, ആ രൂപത്തിൽ ആവശ്യത്തിനനുസരിച്ചിട്ട് തൈര് ഒഴിച്ചിട്ട് നമുക്കിങ്ങനെ അത് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം. അതുപോലെ ആയിട്ടുണ്ട്. നമുക്കിനി വേറെ ഒന്നും വേണ്ട, ഈ 2 ഐറ്റം മാത്രം മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇത് ഫേസിനകത്ത് എവിടേക്കാണോ കറുത്ത പാടുള്ളത് അവിടെ നമുക്ക് തേച്ച് കൊടുക്കാം. പ്രത്യേകിച്ച് ഈ ഇമിറ്റേഷൻ ജ്വല്ലറി, അതായത് ഗ്യാരണ്ടിയുടെയൊക്കെ ചെയിനൊക്കെ ഇടില്ലേ, ഫാൻസി ഐറ്റം, അതൊക്കെ ഇടുന്നവർക്ക് പിച്ചളയുടെയൊക്കെ അങ്ങനെ വേഗം നല്ല കറുപ്പ് വരുന്നത്, അവർക്കൊക്കെ ഈ കഴുത്തിനകത്ത് ആ കറുപ്പ്. പിന്നെ ഈ സമയത്ത് നല്ല വെയിലല്ലേ, അതുകൊണ്ട് മുഖത്തൊക്കെ നന്നായിട്ട് തേച്ചിട്ട് ഇങ്ങനെ ശരീരത്തിൽ നമുക്കിവിടെ ശരീരത്തിൽ സോപ്പിന് പകരം കടലമാവ് ഉപയോഗിച്ച് കുളിക്കാൻ പറ്റും. അങ്ങനെ തേച്ച് കഴിഞ്ഞാൽ വെച്ചാൽ നല്ലതാണ്, അങ്ങനെ ചെയ്യാം. പക്ഷേ എനിക്കൊന്നും സോപ്പ് ഉപയോഗിക്കാതെ കുളിച്ചതെന്ന് വെച്ചാൽ എന്തോ തൃപ്തി കുറവാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ കഴുത്തിലും മുഖത്തും പിന്നെ കാലിൽ ഏറ്റവും നമ്മൾ സുരക്ഷിതമായിട്ട് വെക്കേണ്ടത് നമ്മുടെ പാദമാണെന്ന് പറയും. കാരണം നമ്മളുടെ ശരീരം മുഴുവൻ താങ്ങുന്നത് കാലല്ലേ. അപ്പോൾ കാലിലുമാണ് ഇപ്പോൾ ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഞാനിപ്പോൾ കാലിലും കൂടെ പരീക്ഷിക്കുന്നുണ്ട്, നോക്കാമല്ലോ നമുക്ക് കാലിലും കൂടെ ചെയ്ത് നോക്കാം. കാരണം കാലിലൊക്കെ കണ്ടോ നല്ല ഡാർക്ക് അടിച്ചിട്ടുണ്ട്. കാരണം നല്ല വെയിൽ, പാലക്കാട്ടിൻ്റെ വെയിൽ എന്താണെന്ന് അറിയാമല്ലോ, അതുകൊണ്ട് കാലിലൊക്കെ നല്ല കറുപ്പായിട്ട് ഈ സൈഡൊക്കെ ഉണ്ടോ നല്ല കറുപ്പില്ലേ. അപ്പോൾ നമുക്ക് അടിച്ച് നോക്കാം വ്യത്യാസം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ മുഖത്തും കഴുത്തിൻ്റെ ഈ ഭാഗത്തും ഇത്രയും ഭാഗമാണ് തേക്കുന്നത്. നോക്കാം. അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഞാനിങ്ങനെ വേറെ ഒന്നും തേച്ചിട്ടില്ല ഇതുവരെ. ഇത് എൻ്റെ അനിയൻ പറഞ്ഞു, അവൻ ബ്യൂട്ടീഷ്യൻ്റെ പഠിച്ചിട്ടുള്ളത് തന്നെ കൊണ്ട് അവൻ പറഞ്ഞു, ചേച്ചി ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ട്, ഈ കറുപ്പൊക്കെ പോകും എന്ന് പറഞ്ഞു.
ഇപ്പോൾ ഒന്ന് വെയിലല്ല, നല്ല ചൂടാണ്. പാലക്കാട് 41 ഡിഗ്രി ചൂടാണ്. അപ്പോൾ ആ ചൂടത്ത് നമ്മൾ ഈ കടലമാവ് കൂടി തേക്കുന്ന സമയത്ത് നല്ല ഒരു തണുപ്പുണ്ടാവും എന്ന് പറഞ്ഞു. ശരി, എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളത്. ഇതിനകത്ത് പിന്നെ സൈഡ് എഫക്റ്റ് വരാനുള്ള ഒരു സാധനമില്ല. ഇതിൽ വെറും തൈരും കടലമാവും തന്നെയല്ലേ. പണ്ടുള്ള മുത്തശ്ശിമാർ പറയും കടലമാവ് തേച്ച് കുടിച്ചാൽ നല്ലതാണ് അങ്ങനെയൊക്കെ. പക്ഷെ ആരും മെനക്കെടാറില്ല. പിന്നെ വീട്ടിലിരിക്കുന്ന സമയത്ത് കാച്ചിയ എണ്ണയും അങ്ങനെയൊക്കെ ആയിരുന്നു തേച്ചുകൊണ്ടിരുന്നത്. ചെമ്പരത്തി താളി ഇതൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും ചെയ്യാറില്ല. അതിൻ്റെയൊക്കെ വ്യത്യാസം കാണുന്നുണ്ട്. അന്ന് നല്ല മുടിയായിരുന്നു. പക്ഷെ ഇപ്പോൾ മുടി എല്ലാവരും പറയില്ല ഈ കോഴിൻ്റെ വാല് പോലെയെന്ന്. വിശ്വസിക്കില്ല പറഞ്ഞു കഴിഞ്ഞാൽ മുടി എത്രയുണ്ട് എന്നുള്ളത്. നമ്മൾ വീട്ടിൽ നിന്ന് കിട്ടുന്ന നാച്ചുറലായിട്ട് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് ചെയ്ത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം തന്നെയാണ്. കെമിക്കലൊന്നും ചേരാത്ത സാധനങ്ങളല്ലേ. പക്ഷെ അത് നമ്മൾക്കതൊന്നും ഇല്ല. നമ്മൾ കാശ് കൊടുത്തിട്ടല്ല നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഇല്ലേ, ഈ മുഖത്ത് എന്ത് ചെയ്യുമ്പോഴും കഴുത്തിൻ്റെ ഇത്രയും ഭാഗം കൂടി ചെയ്യണം. ഇല്ലയെന്ന് വെച്ചാലേ ചിലപ്പോൾ കഴുത്തിൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്നെങ്കിൽ ഇവിടുത്തെ കാണുന്ന വ്യത്യാസം അങ്ങനെ നന്നായിട്ട് അറിയും. അപ്പോൾ അത് ഭയങ്കര വൃത്തികേടായിരിക്കും. കാരണം ഇവിടെ മാത്രം എന്തെങ്കിലും കളർ വ്യത്യാസം വരും, ഇവിടെ ഒന്നും ചെയ്യും. അതുകൊണ്ട് ഇത്രയും ഭാഗം എന്ത് തേക്കുമ്പോഴും ഇത്രയും ഭാഗം കൂടെ നന്നായിട്ട് തേക്കും. നല്ല സുഖമുണ്ട്, കാരണം തൈരാണല്ലോ. ഒരു ദിവസം തന്നെ ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. 3 ദിവസം അങ്ങനെ ചെയ്യണം എന്നാണ് പറഞ്ഞത് അവൻ. 3 ദിവസം ചെയ്താൽ തന്നെ അതിൻ്റെ ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. നമുക്കിങ്ങനെ ആദ്യം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഉണങ്ങാനായിട്ട് വയ്ക്കാം. പറഞ്ഞില്ലേ നേരത്തെ മുമ്പ് വീട്ടിൽ കാച്ചിയ എണ്ണയും ചെമ്പരത്തി താളിയും അങ്ങനെയൊക്കെ തേച്ച് വിടുന്ന സമയത്ത് നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യുന്ന സമയത്ത് നല്ല മുടിയായിരുന്നു. കാണിച്ചിരുന്ന മുടി അല്ല, പഴയ ഫോട്ടോ ആണ്. ഇത് ഒറിജിനൽ മുടിയാണ്. എൻ്റെ ഒരു 18-19 വയസ്സാണ് ആ സമയത്തൊക്കെ ഉള്ള ഫോട്ടോ ആണ്. അത്ര മുടി നോക്ക് കണ്ട. ശരിക്കും കാവ്യമധുവിൻ്റെയൊക്കെ മുടി പോലെ നല്ല മുടിയായിരുന്നു. എന്നെ പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് മുടി ഉണ്ടായിരുന്നു. അതിന് കല്യാണമൊക്കെ ആകുന്ന സമയത്ത് ഭയങ്കര ടെൻഷനൊക്കെ ആയിട്ട് എങ്ങനെ മുടി പോയിട്ടേ അറിയില്ല. പിന്നെ അങ്ങനെ അത് പഴയ മുടി പോലെ അത്രയും വളരുന്നുണ്ടായിരുന്നില്ല. ഞാൻ എത്ര ശ്രദ്ധിച്ചാലും ആ ഒരു പഴയ മുടി വരുന്നേ ഇല്ല. ഭയങ്കര സങ്കടം. ഈ ഫോട്ടോ കാണുന്ന സമയത്ത് ഇത് എന്താ പറയുക, പൊന്നു പോലെ സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല, അങ്ങനെയുള്ളൊരു ഫോട്ടോ ആണ്. കാരണം പണ്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എറണാകുളത്ത്. അപ്പം അവിടെ നിന്ന് എടുത്ത ഫോട്ടോ ആണ്. പിന്നെ ഈ മുടി ഇങ്ങനെയെങ്കിലും ഫോട്ടോ അല്ലെങ്കിൽ കാണാലോ എന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചിരിക്കുന്നു. കാണുമ്പോൾ സങ്കടം വരുന്നുണ്ട്. ഇപ്പോഴത്തെ മുടി എത്രയാണെന്ന് അറിയാമോ? പിന്നെ എന്തായാലും അയച്ച് കാണിച്ചു തരുന്നില്ല. അതിൻ്റെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരാം ഇപ്പം മുടി എത്രയുണ്ട് എന്നുള്ളത്. പിന്നെ കാലാവസ്ഥയും എപ്പോഴത്തെ ഇതൊക്കെ മാറിയില്ലേ, അതുകൊണ്ടായിരിക്കും മുടി പോകണമെന്ന് തോന്നുന്നു. അപ്പം നമുക്കിനി കാലിലും കൂടി ഒന്ന് തേച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിക്കാം. എല്ലാവരും ഒരു ഇത് ചൊല്ലി കേട്ടിട്ടുണ്ട്, പല്ല് നന്നാ പാതി നന്ന്, പാദം നന്നാ മുഴുവൻ നന്ന്. അങ്ങനെ എപ്പോഴും നമ്മൾ ഏറ്റവും വൃത്തിയായിട്ട് കൊണ്ട് നടക്കേണ്ട ഒരു കാര്യമാണ് ഈ പാദം പറയുന്നത്. കാരണം നമ്മുടെ ശരീരത്തിന് മുഴുവനും താങ്ങുന്നത് ഈ കാലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാലും നമ്മുടെ മുഖം എത്ര വൃത്തിയാക്കുന്നുണ്ടോ അതുപോലെ നല്ല വൃത്തിയും നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ നമ്മൾ കാലിനെ നോക്കണം. അപ്പോൾ മുഖത്തിലും കഴുത്തിലൊക്കെ നന്നായി ഉണങ്ങിയിട്ടുണ്ട്. കഴുകിയിട്ട് വരാം. കഴുകിയിട്ട് എങ്ങനെയുണ്ട് നോക്കാം. രണ്ടെണ്ണം കഴുകിയിട്ട് വന്നത് എനിക്ക് വ്യത്യാസം അറിയുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ ഇല്ലെന്ന് അറിയില്ല. കാരണം ഇവിടെയൊക്കെ അപ്പോഴും നല്ല കറുപ്പായിട്ടുണ്ടായിരുന്നില്ലേ.
3 ദിവസമെങ്കിലും അത് ചെയ്യണം എന്നാണ് പറഞ്ഞത്. 3 ദിവസം ചെയ്ത് നോക്കിയാൽ അതിൻ്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടാവുള്ളൂ എന്ന് അറിയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനം തന്നെയല്ലേ, നമ്മൾ കുറേ പൈസ ഒന്നും കൊടുത്തൊന്നും ചെയ്യണ്ടല്ലോ. പക്ഷെ നല്ലൊരു മുഖം നല്ല സുഖം തൊടുമ്പോൾ ഇത് സ്മൂത്തായിട്ടുണ്ട്. ഞാൻ എത്ര പെട്ടെന്ന് ഒന്നും മുഖത്ത് ചെയ്യാറില്ല, കാരണം എനിക്ക് മുഖത്ത് അങ്ങനെയൊന്നും കുരുവൊന്നും വരാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഒന്നും ക്രീമൊന്നും ഉപയോഗിക്കത്തുണ്ട്. അപ്പം എനിക്ക് നല്ല പേടിയാണ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇനി കുണ്ടും കുഴിയൊക്കെ ആയിട്ട് മുഖത്ത് എന്തെങ്കിലുമൊക്കെ വന്നാൽ വൃത്തിയായിട്ടില്ലേ. അതുകൊണ്ട് ഇത് നാച്ചുറൽ ആയിട്ടുള്ളതല്ലേ, വേറെ ഒന്നും സൈഡ് എഫക്റ്റ് വരാനും ഇല്ല. കടലമാവും തൈരും കൂടെ മിക്സ് ചെയ്തിട്ട് തേക്കുക. 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ടൊന്നും ഉണങ്ങില്ല, കുറച്ച് അധിക സമയം എടുത്തു. ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ ആയി അത് ഉണങ്ങാനായിട്ട്. അപ്പോൾ നന്നായി ഉണങ്ങിയ ശേഷം കഴുകിക്കളയാ. നല്ല ഇതുപോലെ വെളുത്ത് പാറും ഒന്നും പറയുന്നില്ല, കുറച്ച് കളറിൽ എന്തായാലും ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. കാണുമ്പോൾ പഴയ ഫോട്ടോ ഈ ഫോട്ടോയും കൂടെ ഞാൻ തംബ്ലൈനിൽ വെക്കാം ഫ്രണ്ടില്ല, അപ്പം അറിയാലോ എങ്ങനെയുണ്ട് എന്നുള്ളത്. പക്ഷെ എനിക്ക് നല്ല വ്യത്യാസം തോന്നുന്നുണ്ട്. നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനം ആയതുകൊണ്ട് സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കും. പിന്നെ കടലമാവ് പുറത്തുനിന്ന് വാങ്ങിയതാണ്, അപ്പോൾ അതുകൊണ്ട് വാങ്ങുമ്പോൾ നല്ല അത് മാത്രം നല്ലത് നോക്കിയിട്ട് വാങ്ങിക്കുക. പക്ഷെ ഇവിടുത്തെ കറുപ്പൊക്കെ കുറച്ച് നന്നായി കുറഞ്ഞിട്ടില്ലേ, ഇത് വ്യത്യാസം അറിയുന്നുണ്ട്. പിന്നെ ഒരു ദിവസമല്ലേ ആയിട്ടുള്ളൂ, ഞാൻ ഫസ്റ്റ് തേച്ചിട്ട് എത്ര ഒരാഴ്ചയുടെ മേലെയായി. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് തേക്കുന്നത്. അടുപ്പിച്ച് 3 ദിവസം തേക്കാമെന്നാണ് പറഞ്ഞതാണ്. അതും അവൻ പറയുമ്പോൾ ബ്യൂട്ടീഷ്യനൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ, അപ്പം അതുകൊണ്ട് എന്തായാലും ചെയ്ത് നോക്കും. എനിക്ക് റിസൾട്ട് എന്തായാലും ഇതാണ്, നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും വെറുതെ സോപ്പൊന്നും ഉപയോഗിച്ചിട്ടില്ല, വെറുതെ മുഖം കഴുകിയതാണ്. അപ്പോൾ തന്നെ നല്ല ഒരു ഇതില്ലേ മുഖത്ത്, ഫിൽറ്ററൊന്നും അല്ല കേട്ടോ, ഇത് ഒറിജിനലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്. ചൂടും കൂടി ആയതുകൊണ്ട് ഈ ചൂടത്ത് തൈരും അതൊക്കെ കൂടെ മിക്സ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നല്ല മുഖത്ത് നല്ല ഗ്ലോ ആയിട്ടുണ്ട്, നല്ല സ്മൂത്തായിട്ടുണ്ട്. വെയിലിന് നല്ല ഒരു ഇതാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. ഇന്നത്തെ ഇതട്ട കാല് ഇപ്പോൾ കാല് കാണിച്ചു തന്നല്ലോ, കാല് കാണിച്ചു തന്നില്ല വിചാരിച്ച് എന്ത് വിചാരിക്കും, കാല് മാത്രം കണ്ടില്ല വിചാരിക്കില്ലേ, അതുകൊണ്ടാണ് കാലിലും കാണിച്ചു തരുന്നത്. ഇത് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ കാല് അത്ര കളറുള്ള കാലൊന്നും അല്ലാത്തതുകൊണ്ട് അങ്ങനെ നല്ല എല്ലാവരും പോലെ നല്ല ഭംഗിയുള്ള കാലൊന്നും അല്ലല്ലോ. എൻ്റെ കാല് ശരിക്കും ഒരു ആണുങ്ങളുടെ കാല് പോലെ ഇല്ലേ, കണ്ട എൻ്റെ അച്ഛൻ്റെ കാല് പോലെയാണ്. എനിക്ക് അതുതന്നെ കൊണ്ട് കാല് കാണിച്ച് തരാൻ ഒരു മടിയായിരുന്നു. എന്നാലും അപ്പോഴേ കാലിൽ ഞാൻ തേച്ചിട്ട് കാണിച്ചു തന്നെ. ഇതാ ഇപ്പോൾ ഒരു ചെറിയൊരു വ്യത്യാസം അത്രേ ഉള്ളൂ. അപ്പോൾ അവസാനം എൻ്റെ മേക്കപ്പ് ചെയ്ത് ലുക്ക് ഇതാണ് കേട്ടോ. എന്തായാലും മുഖം നല്ല വ്യത്യാസമുണ്ട്. കഴുത്തിലൊക്കെ കണ്ട കളറിലൊക്കെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഇപ്പോഴത്തെ മുടി കണ്ട, ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ മുടി. പഴയ ഫോട്ടോയിലെ മുടി എത്ര മുടിയെന്നുണ്ട, ഇപ്പോഴത്തെ മുടി. ഈ മുടി വരുമോ തിരിച്ച്? അങ്ങനെ എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ ഒന്നും പറഞ്ഞു തരുന്നേ. 30 കഴിഞ്ഞാൽ ഇനി മുടി വരില്ല എന്നാണോ എന്നറിയില്ല. 30 കഴിഞ്ഞ് അതുകൊണ്ടായിരിക്കും തോന്നുന്നു മുള്ള മുടിയൊക്കെ പോയത്. അപ്പോൾ ബൈ.